കൃത്രിമക്ഷാമം സൃഷ്ടിച്ച ഇറച്ചി വ്യാപാരികൾ അമിതമായി വില കൂട്ടിയതായി ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. കഴിഞ്ഞ ദിവസമാണ് 50 രൂപയിലധികം വർദ്ധിച്ച് കിലോയ്ക്ക് 480 രൂപ ആക്കിയത്. കന്നുകാലികളുടെ ലഭ്യത കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ നിർബന്ധിതരായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പ്രചരണം മാത്രമായിരുന്നെന്നാണ് ഉയർന്ന ആക്ഷേപം. കഴിഞ്ഞ മാസങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കന്നുകാലികളുടെ വരവിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നതായാണ് വ്യാപാരികൾ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് 3 ദിവസത്തോളം കടകൾ അടച്ചിടുകയും ചെയ്തു. എന്നാൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വില വർദ്ധിപ്പിക്കുകയും കടകൾ തുറന്ന് പ്രവർത്തിക്കുകയുമായിരുന്നു. ഇത് തട്ടിപ്പായിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം. 280 രൂപയിൽ കിടന്ന ഇറച്ചി വിലയാണ് ഇപ്പോൾ 500 രൂപയിലെത്തി നിൽക്കുന്നത്. അത് ജനത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അവർ പെടാന്നൊരു ദിവസം സമരം പ്രഖ്യാപിക്കുന്നു. ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് ഒരു 5 വർഷം 6 വർഷം മുമ്പ് തന്നെ ഇത് തുടങ്ങിയതാണ്. ഇതുപോലുള്ള ഇത് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ തടയുന്നു, ഗുണ്ടാപ്പിരിവ് നടത്തുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ അടിക്കടി, അതായത് തൊട്ടടുത്തടുത്ത് ഒരു 100 രൂപയുടെ വ്യത്യാസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സാധാരണ ജനങ്ങൾ, ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരു സാധാരണക്കാരന് അത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവൻ്റെ വീട്ടിൽ, ഒരു പാവപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഒരു കിലോ ഇറച്ചി വാങ്ങണമെങ്കിൽ അവൻ്റെ ഒരു ദിവസം മുഴുവൻ ശമ്പളവും കൊടുക്കേണ്ട ഒരു സാഹചര്യം എത്തിച്ചേരുന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇടത്തരം കുടുംബത്തിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇറച്ചി വാങ്ങണമെങ്കിൽ ഒരു ദിവസത്തെ പണിക്കൂലി ചെലവാക്കേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ വീട്ടിൽ ഒരു ബന്ധുക്കാരൊന്നും ഒരു വിരുന്നുകാർ വന്നു, അവർക്കും ഒരു ആഗ്രഹങ്ങളുണ്ട്. അവർക്കൊപ്പം നല്ലൊരു ഭക്ഷണം ഒരുക്കണമെങ്കിൽ ഇന്ന് നമുക്കത് ഒരാഴ്ചത്തെ കൂലിപ്പണി എടുക്കേണ്ട പൈസ ആവും. അപ്പോൾ അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ചെയ്യുന്ന വളരെ ദ്രോഹം. സാധാരണക്കാരല്ല, ഹോട്ടൽ മേഖലയിലുണ്ട്, എല്ലാ സാധനത്തിനും വില കൂടുതൽ. സാധാരണ ഹോട്ടലിൽ കയറി കഴിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ഇതൊക്കെ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു പ്രതികരിക്കുന്നത് ശരിയായ നടപടിയല്ല. അത് നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ വ്യാപാരികൾ നടത്തിയിട്ടുള്ളതെന്ന് യാതൊരു സംശയവുമില്ല. വിപണി വില നിയന്ത്രിക്കേണ്ട അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.